ജീവിക്കാൻ ഗതിയില്ലാത്ത മനുഷ്യരാ സർക്കാർ ആശുപത്രിയിൽ വരുന്നത്. അവരെ ചികിത്സിക്കാൻ പറ്റാത്തതിന് പകരം രോഗികളുടെ എണ്ണം കൂടുന്നത് ക്രെഡിറ്റ് ആയിട്ട് പറയുന്നത് ശരിയല്ല. പരാതികൾ സംശയങ്ങളൊക്കെ പറയുമ്പോൾ അതിനെ സംവാദത്തിലൂടെ പരിഹരിക്കുകയല്ല ചെയ്യേണ്ടത്, അതിന് പകരം ക്രിയാത്മകമായിട്ടുള്ള നടപടി സ്വീകരിച്ചാണ് പരിഹരിക്കേണ്ടത്. ചർച്ചയിലൂടെ നിലവിൽ സർക്കാർ ആശുപത്രിയിൽ കിട്ടാനില്ലാത്ത മരുന്ന് കിട്ടുമോ? ആ ചർച്ചയിലൂടെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കിട്ടുമോ? അങ്ങനെ തർക്കം നടത്തുന്നതിലൂടെ ഇപ്പോഴത്തെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒക്കെ അപര്യാപ്തത പരിഹരിക്കാൻ പറ്റുമോ? കേരളം ആര് ഭരിക്കുന്നു എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ച് അതൊരു ഭരണത്തിന്റെ സാങ്കേതികത്വം മാത്രമാണ്. അവരെ സംബന്ധിച്ച് ജീവിതാനുഭവമാണ്. മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ കിട്ടുക എന്നുള്ളത് മനുഷ്യന്റെ അവകാശമാണ്. ഇപ്പോൾ പണമുള്ളവരെ സംബന്ധിച്ച് സ്വകാര്യ മേഖലയിലുള്ള ആരോഗ്യ സംവിധാനങ്ങളെ ആശ്രയിക്കാം. പക്ഷേ താഴ്ന്ന വരുമാനക്കാരെ സംബന്ധിച്ച് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ, മെഡിക്കൽ കോളേജ് മുതൽ താഴോട്ടുള്ള പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വരെ ആശ്രയമാണ്. ഒരു പരിധിവരെ അത് സഹായകരമാവുന്നുണ്ട്. പക്ഷേ അവിടെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇതിനെ ഈ കേവല രാഷ്ട്രീയ തർക്കം, നിങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ പ്രശ്നം എന്നുള്ള നിലയിലാക്കുന്നതിനപ്പുറത്ത് സമഗ്രമായി എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന ഒരു ആലോചന നടത്തേണ്ട സമയമായില്ലേ? തീർച്ചയായിട്ടും അഭിലാഷേ, ആ ആലോചനയാണ് നടത്തേണ്ടത്. ആ ആലോചനയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജാണ്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ, സാമൂഹ്യ സംഘടനകൾ, സാമൂഹ്യ പ്രവർത്തകരും സാധാരണ മനുഷ്യരും ഒക്കെ കേരളത്തിലെ ആരോഗ്യ രംഗത്തെക്കുറിച്ചിട്ട് അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചിട്ട് നിരന്തരം ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് പരാതികൾ സംശയങ്ങളൊക്കെ പറയുമ്പോൾ അതിനെ സംവാദത്തിലൂടെ പരിഹരിക്കുകയല്ല ചെയ്യേണ്ടത്, അതിന് പകരം ക്രിയാത്മകമായിട്ടുള്ള നടപടി സ്വീകരിച്ചാണ് പരിഹരിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ വേണമെന്നാണോ ആരോഗ്യമന്ത്രി പറഞ്ഞത്? അല്ല. മുൻപുണ്ടായിരുന്ന UDF കാലത്തെ ആരോഗ്യമന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെ കൂടി താരതമ്യം ചെയ്ത് ചർച്ച ചെയ്യാമെന്ന്. ആ ചർച്ചയിലൂടെ നിലവിൽ സർക്കാർ ആശുപത്രിയിൽ കിട്ടാനില്ലാത്ത മരുന്ന് കിട്ടുമോ? ആ ചർച്ചയിലൂടെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കിട്ടുമോ? അങ്ങനെ തർക്കം നടത്തുന്നതിലൂടെ ഇപ്പോഴത്തെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒക്കെ അപര്യാപ്തത പരിഹരിക്കാൻ പറ്റുമോ? ഇല്ല. ചർച്ച ചെയ്ത് ചർവിത ചർവണം പോലെ കുറെ സംസാരിച്ച് തൃപ്തി അടയാമെന്നുള്ളത്, അതിനപ്പുറത്തൊന്നും സംഭവിക്കില്ല. ഇനി അവർക്ക് അത്രയ്ക്കും വലിയ ആവേശമാണെങ്കിൽ ചർച്ച ചെയ്യാൻ ഞങ്ങളൊക്കെ തയ്യാറാണ്. ഞങ്ങൾക്കൊരു പരാതിയില്ല. പണ്ട് തോമസ് ഐസക് എന്ന് പറഞ്ഞ ധനകാര്യമന്ത്രി VD സതീശനെ വെല്ലുവിളിച്ച് സാന്റിയാഗോ മാർട്ടിന്റെ ലോട്ടറി കേസുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി അവസാനം എന്ത് സംഭവിച്ചു എന്നൊക്കെ കേരളത്തിന്റെ പൊതുമനസാക്ഷിക്ക് മുമ്പിലുള്ളതാണ്. അപ്പോൾ അത് ചർച്ചയൊക്കെ ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല. ഈ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നാട്ടുകാർക്ക് ഇതിനുള്ള മറുപടിയാണ് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ LDFന്റെ പ്രതിനിധികളായിട്ട് വന്നിട്ടുള്ള രണ്ടുപേരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ചെറിയ ചെറിയ ന്യൂനതകൾ ഉണ്ടെന്ന് കേരളത്തിലെ ആരോഗ്യ വകുപ്പിൽ. ഏത് ചെറിയ ചെറിയ ന്യൂനതകൾ? 80കളിലാണ് കേരളത്തിലെ ലോകത്തിന്റെ മുമ്പിൽ കേരള മോഡൽ എന്ന് ടേം കോയിൻ ചെയ്യുന്നത്. അതിന്റെ രണ്ട് പ്രധാനപ്പെട്ട ചെറുകുകൾ പൊതുവിദ്യാഭ്യാസ രംഗവും പൊതുജനാരോഗ്യ രംഗവുമാണ്. അതിൽ പൊതുജനാരോഗ്യ രംഗവും പൊതുവിദ്യാഭ്യാസ രംഗവും ഇതുപോലെ താറുമാറായ ഒരു കാലം മുൻപ് എങ്ങും ഉണ്ടായിട്ടില്ല എന്നുള്ള വലിയ വിമർശനം നേരിടുന്ന ഒരു സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. അതിൽ പൊതുജനാരോഗ്യ രംഗത്ത് ചെറിയ ന്യൂനതകൾ ഉണ്ടെന്നാണ് LDFന്റെ പ്രതിനിധികൾ പറയുന്നത്. ഏതൊക്കെയാ ചെറിയ ന്യൂനതകൾ? ഈ മഴക്കാലം, ഈ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നില്ല എന്ന് പറയുന്നത് ചെറിയ ന്യൂനതയാണോ? അതിനു വേണ്ടിയിട്ട് അത് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ മിന്നൽ പരിശോധന നടത്തുന്ന ആരോഗ്യമന്ത്രിക്ക് മരുന്ന് എവിടെയെന്ന് കണ്ടെത്താൻ പറ്റാത്തത് ചെറിയ ന്യൂനതയാണോ? ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാത്തത് ചെറിയ ന്യൂനതയാണോ? അല്ലെങ്കിൽ ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ല എന്നുള്ളത് ചെറിയ ന്യൂനതയാണോ? ഡോക്ടർമാരില്ല, അല്ലെങ്കിൽ നഴ്സുമാരില്ല, അറ്റൻഡർമാരില്ല, മറ്റ് സൗകര്യങ്ങളില്ല എന്ന് പറയുന്നത് ചെറിയ ന്യൂനതയാണോ? ഇനി കാരുണ്യ ചികിത്സാ പദ്ധതി നിന്നുപോയത് ചെറിയ ന്യൂനതയാണോ? കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി കുടിശ്ശികയായിട്ട് നിന്നുപോയത് ചെറിയ ന്യൂനതയാണോ? അല്ലെങ്കിൽ പാമ്പ് കടിയേൽക്കുന്ന രോഗിയുടെ കൂട്ടിരിപ്പുകാരി ചെറിയ ന്യൂനതയാണോ? CPIയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള സെക്രട്ടറി ആയിട്ടുള്ള മനുഷ്യൻ 21 മണിക്കൂർ തിരുവനന്തപുരത്തെ സർക്കാർ ആശുപത്രിയിൽ ലിഫ്റ്റിൽ കുടുങ്ങിയത് അത് ചെറിയ ന്യൂനതയാണോ? അല്ലെങ്കിൽ കുട്ടികളുടെ ആശുപത്രിയിൽ വെണ്ണും പാലും കിട്ടാത്തതിന്റെ പേരിൽ ആ പദ്ധതി നിർത്തലാക്കേണ്ടി വന്നത്, അതിന്റെ കുടിശ്ശിക കൊടുക്കാൻ പറ്റാതെ വന്നത് ചെറിയ ന്യൂനതയാണോ? അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സ്പെസിമൻ, രോഗികളുടെ സ്പെസിമൻ പരിശോധനയ്ക്ക് എടുത്തു വെക്കുന്നത് കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോയത് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ നിന്നാണ്. അതൊരു ചെറിയ ന്യൂനതയാണോ? ജനറേറ്റർ ഇല്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ചെറിയ ന്യൂനതയാണോ? ICUയിൽ പീഡിപ്പിക്കപ്പെടുന്നത്, ആംബുലൻസിൽ പീഡിപ്പിക്കപ്പെടുന്നത് ആരോഗ്യരംഗത്ത് ഒരു ചെറിയ ന്യൂനതയാണോ? ഈ പീഡിപ്പിച്ച സർക്കാർ വിലാസം സംഘടനാ നേതാവിനെ സംരക്ഷിക്കുന്നത് ചെറിയ ന്യൂനതയാണോ? ആ സർക്കാർ വിലാസം സംഘടനാ നേതാവിനെതിരായിട്ട് സംസാരിക്കുന്ന ഹെഡ് നഴ്സിനെ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വൈരാഗ്യം തീർക്കുന്നത് ചെറിയ ന്യൂനതയാണോ? അവർ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുമായിട്ട് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ വരാന്തയിൽ 5 ദിവസം മരമഞ്ചലിരുത്തിയത് ചെറിയ ന്യൂനതയാണോ? ഇനി ഞാൻ ചോദിക്കട്ടെ, കത്രികമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ഉപയോഗിച്ച സർവ്വ ഉപകരണങ്ങളും, കത്രിക അടക്കമുള്ള സർവ്വ ശസ്ത്രക്രിയ ഉപകരണങ്ങളും വയറ്റിൽ തുന്നി കെട്ടിവിട്ടിട്ട് അത് 2 സർക്കാർ ആശുപത്രികൾ തമ്മിൽ അതിന്റെ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കം നടക്കുന്നത് ചെറിയ ന്യൂനതയാണോ? ഹർഷീനയുടെ പരാതി പരിഹരിക്കാൻ ആരോഗ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ? അത് ചെറിയ ന്യൂനതയാണോ? ഇനി കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന്റെ ICUയിൽ തീ പിടിച്ചിട്ട് അവിടുത്തെ രോഗികളെ
തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അതിൽ എത്ര പേര് മരണപ്പെട്ടു പോയി? അതൊരു ചെറിയ ന്യൂനതയാണോ? ഇവിടെ നമ്മൾ UP വെച്ചിട്ടല്ല കേരളത്തെ കമ്പയർ ചെയ്യേണ്ടത്. അതിന് ഞാൻ BJP പ്രതിനിധിയോട് യോജിക്കുകയാണ്. ഉത്തർപ്രദേശും ബീഹാറുമായിട്ടല്ല കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്തെ കമ്പയർ ചെയ്യേണ്ടതെന്നുള്ള പൂർണ്ണ ബോധ്യം കോൺഗ്രസിനുണ്ട്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, സ്ഥിര നിയമനങ്ങൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ എത്രയോ ആയിരക്കണക്കിനാണ് കുറവ്. മരുന്നില്ല, ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല, വേണ്ടത്ര മാസ്ക് പോലുമില്ല, CCTV സംരക്ഷണമില്ല, സെക്യൂരിറ്റി സേവനങ്ങളില്ല. ഇതൊക്കെ കാലങ്ങളായിട്ടുള്ളതല്ലേ? ഇവിടെ ഒരു ഡോക്ടറുടെ മരണത്തെ തുടർന്ന് എത്ര കോലാഹലങ്ങളായിരുന്നു. എല്ലാ ആശുപത്രികളിലും CCTV സംവിധാനം വയ്ക്കും, പോലീസ് എയ്ഡ് പോസ്റ്റ് വയ്ക്കും. ഇതൊക്കെ പൂർത്തീകരിക്കപ്പെട്ട അഭിലാഷേ? ഇതൊന്നും പൂർത്തീകരിക്കപ്പെട്ടില്ല. മന്ത്രി റിപ്പോർട്ടുകൾ ക്ഷണിക്കുന്നു, റിപ്പോർട്ടുകൾ കാണുന്നു, അതിന്മേൽ ഉറങ്ങുന്നു എന്നുള്ളതിനപ്പുറം സാധാരണക്കാർക്ക് ഒരു സേവനവും കിട്ടുന്നില്ല. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കേരളത്തിലാണ്, പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് ഒരു ഫയലിൽ തന്നെ 10,000-കണക്കിന് മനുഷ്യർക്ക് ചികിത്സ കിട്ടേണ്ട ആ ആരോഗ്യ രംഗത്തെ ഫയലുകൾ നീക്കപ്പെടാത്തത്. ഒരു കാര്യം കൂടി പറയട്ടെ അഭിലാഷേ, കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് ഇൻചാർജ് ആരാ? ഗണേഷ് മോഹൻ. അദ്ദേഹത്തിന്റെ ഭാര്യ തൃപ്പൂണിത്തറയിൽ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ അനധികൃത ലീവ് എടുത്തുകൊണ്ട് സേവനത്തിന് പോയി. അന്വേഷിച്ചിട്ട് നടപടി സ്വീകരിച്ചോ? അവർ തിരിച്ചു ജോലിക്ക് കൊണ്ടുവന്നോ? ഇതേ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മൂക്കിൽ നിന്ന് രക്തസ്രാവം വന്ന് ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ രണ്ട് മൂക്കിലും പഞ്ഞി കുത്തിക്കയറ്റി തിരിച്ചു വിട്ടിട്ട് ആ മനുഷ്യൻ HMT ജംഗ്ഷനിൽ മൂക്കിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് വീണ്ടും സന്നദ്ധ പ്രവർത്തകർ ആശുപത്രിക്ക് കൊണ്ടുവേണ്ട ഗതികേടുണ്ടായത്. ഇതൊക്കെ ചെറിയ ന്യൂനതയാണോ? ഇനി ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, കളമശ്ശേരിയിലെ ക്യാൻസർ രോഗ ആശുപത്രി പണി തുടങ്ങിയിട്ട് 9 വർഷമായി. 9 വർഷം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. അവിടെ വരുന്ന ക്യാൻസർ രോഗികൾക്ക് ചികിത്സ കൊടുക്കണ്ടേ? ഇതൊരു ചെറിയ ന്യൂനതയാണോ? രോഗികൾ കൂടുന്നു, അത് സർക്കാരിന്റെ നേട്ടമാണെന്ന് പറയല്ലേ LDF-ന്റെ പ്രതിനിധികളെ? അത് സർക്കാരിന്റെ നേട്ടമല്ല. ഈ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രിയിൽ വരുന്ന രോഗികളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ ആ മനുഷ്യർക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളില്ല. ജീവിക്കാൻ ഗതിയില്ലാത്ത മനുഷ്യരാ സർക്കാർ ആശുപത്രിയിൽ വരുന്നത്. അവരെ ചികിത്സിക്കാൻ പറ്റാത്തതിന് പകരം രോഗികളുടെ എണ്ണം കൂടുന്നത് ക്രെഡിറ്റ് ആയിട്ട് പറയുന്നത് ശരിയല്ല. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അഭിലാഷേ, കേരളത്തിലെ സർക്കാർ ആശുപത്രിയുടെ ചുറ്റുവട്ടത്ത് എങ്ങനെയാ ഇതുപോലെ പോലെ ലാബുകളും മെഡിക്കൽ ഷോപ്പുകളും മറ്റ് സംവിധാനങ്ങളും ഇതുപോലെ പൊന്തി വരുന്നത്? എന്തുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രിയുടെ ചുറ്റുവട്ടത്ത് ലാബുകളും മെഡിക്കൽ ഷോപ്പുകളും ഇതുപോലെ വരാത്തത്? അത് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരടക്കം ഭരണപക്ഷത്തിന് മറുപടി